ഹായ് ഓൾ, ഇന്ന് ഞാൻ ഡിസൈൻ ചെയ്യുന്നത് ഞാൻ ഇട്ടേക്കുന്ന ജംപ് സ്യൂട്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്ക് വേണ്ടി ജംപ് സ്യൂട്ട് ചെയ്യുന്നത്. ഞാൻ മുമ്പ് കുഞ്ഞിന് ജംപ് സ്യൂട്ട് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ജംപ് സ്യൂട്ട് ചേരുമോ എന്നൊക്കെയുള്ള ഡൗട്ടായിരുന്നു. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കോട്ടൺ മെറ്റീരിയൽ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ജംപ് സ്യൂട്ട് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ചും പുറത്തൊക്കെ പോകുമ്പോഴോ ഷോപ്പിങ്ങിനോ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണിത്. പിന്നെ സ്ലീവ്ലെസ് വേണ്ടാത്തവർക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തും ചെയ്യാം. ഞാൻ സ്ലീവ്ലെസ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമുക്കൊരു ഷ്രഗൊക്കെ പെയർ ചെയ്യാം. ഞാൻ ലാസ്റ്റ് അത് കാണിക്കാം. അപ്പോൾ ഇത് പാൻറ്റിൻ്റെ പോർഷനാണ് നമ്മൾ ചെയ്യുന്നത്. പാൻറ്റ് മൊത്തത്തിലൊരു 30 ഇഞ്ചൊക്കെ ഇറക്കുന്നുണ്ട്. പിന്നെ മാക്സിമം ഇച്ചിരി വീതി കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. നമുക്ക് സൈഡിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇച്ചിരി നമുക്ക് ബാക്ക് ഹിപ്പൊക്കെ ഇച്ചിരി വണ്ണമുള്ളവർക്ക്, വേസ്റ്റിൻ്റെ അവിടെയൊക്കെ വണ്ണമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. കൂടുതൽ വീതിയിൽ പാൻറ്റ് കട്ട് ചെയ്തെടുക്കാം. മെയിനായിട്ട് എത്ര കട്ട് ചെയ്താലും ഈ ക്രോച്ചിൻ്റെ ലെങ്തിൻ്റെ അവിടെ നമ്മളൊരു 13 ഇഞ്ച് എന്തായാലും ഇറക്കണം. 13 കൂടുതൽ കുഴപ്പമില്ല, 13 മിനിമം ഇറക്കണം. അപ്പോൾ നമ്മുടെ ക്രോച്ച് കറക്റ്റായിട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെയൊന്നും പിടിക്കാണ്ട് കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ചും വയറിൻ്റെ മേളിൽ നിന്ന് താഴോട്ട് ഫുൾ നമ്മൾ യോക്ക് പോർഷനുമായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് അവിടെയൊന്നും നമുക്ക് ടൈറ്റ് തോന്നില്ല. ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ പാൻറ്റിൻ്റെ പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ക്രോച്ചിൻ്റെ അവിടെ ജോയിൻ ചെയ്യുക 2 സൈഡ്. പിന്നീട് തിരിച്ചിട്ടിട്ടാണ് 2 ലെഗും താഴേന്ന് മേളിലേക്ക് റൗണ്ട് ചെയ്ത് ജോയിൻ ചെയ്തു. പിന്നെ താഴെ മടക്കി അടിക്കാം കുറച്ച്. അപ്പോൾ യോക്ക് പോർഷനിലത്തേക്ക് വേണ്ടി ഞാൻ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ 2 പീസ് ഫാബ്രിക് സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ബാക്ക് പോർഷന് വേണ്ടിയിട്ട് കോളർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ കഴുത്ത് കൂടുതൽ ഇറക്കാതെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 7 ഇഞ്ച് വെച്ചിട്ട് എൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ ഷോൾഡർ കൊടുത്തു. പിന്നെ വീതി 10 ഇഞ്ച്, താഴേക്ക് പോകുമ്പോൾ 9 ഇഞ്ച് അങ്ങനെ ജോയിൻ ചെയ്തെടുത്തു. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നെക്കിലേക്ക് 3.5 ഇഞ്ച് കൊടുത്തു. എന്നിട്ട് 1 ഇഞ്ച് മാത്രമാണ് ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് ഇറക്കുന്നത്. കാരണം കോളർ കൊടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഷോൾഡറിൻ്റെ ഇറക്കം 7 ഇഞ്ച്, ഷോൾഡറിൻ്റെ വീതിയും 7 ഇഞ്ചാണ്. എം സൈസൊക്കെ ആയിട്ടുള്ളവർക്ക് ഇത് കറക്റ്റായിരിക്കും. പിന്നെ ചെസ്റ്റ് പോർഷൻ കുറച്ചുകൂടെ വണ്ണമുള്ളവർക്ക് ഈ ഫാബ്രിക് 10 ഇഞ്ചിനേക്കാളിലും കൂടുതൽ വീതി വരുന്ന രീതിയിൽ എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. കുറച്ച് വൈഡായിട്ടാണ് നെക്ക് വരുന്നത്. കാരണം നമ്മൾ കോളർ കൊടുക്കുമ്പോൾ അത് ക്ലോസ് ആയിട്ടിരിക്കും. ഫ്രണ്ടിൽ 2 പീസ് സെപ്പറേറ്റ് എടുത്തു. എന്നിട്ട് നമ്മൾ ആ ബട്ടൺ കൊടുക്കേണ്ട ഭാഗം ഒരു 1 ഇഞ്ചിലത്തേക്ക് പ്രത്യേകിച്ചൊരു സെപ്പറേറ്റ് ഫാബ്രിക് എടുത്തിട്ട് ഒരു പടി കൊടുത്ത് മടക്കി അടിച്ചേക്കുവാണ്. പിന്നെ ബാക്കിലെടുത്ത പോലെ സെയിം മെഷർമെൻറ്റാണ്. ഷോൾഡറൊക്കെ 7 ഇഞ്ച് വെച്ച് എടുക്കുക. വീതി 10 ഇഞ്ച് തന്നെ, താഴോട്ട് 9 ഇഞ്ച്. എന്നിട്ട് നമ്മൾ നെക്ക് എടുക്കുമ്പോൾ മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഒരു 2.5 മതി. കറക്റ്റ് എൻ്റെ കോളർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. റൗണ്ട് നെക്കിൽ ഒരു 2.5 ഇഞ്ച് എടുക്കുക. എടുത്തിട്ട് നമ്മളത് റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് നമുക്ക് ഓപ്പൺ വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കറക്റ്റ് ഒരു സർക്കിൾ ഷേപ്പിൽ വേണം വരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ബാക്കിൽ 1 ഇഞ്ചും ഫ്രണ്ടിൽ 2 2.5 ആണ്. അപ്പോൾ ഞാൻ 2.5 എടുത്തു. എന്നാലും 2 കട്ട് ചെയ്യുന്നുള്ളൂ. കുറച്ച് ഇറങ്ങി പോകുമെന്ന് ഡൗട്ടായിരുന്നു. അപ്പം 2 കറക്റ്റായിരിക്കും. 2 2.5 എടുക്കാം. എന്നിട്ട് നമ്മൾക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ ഈ പടി വെച്ച് അടിച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നീട് ഇനി ചെയ്യേണ്ട. ആദ്യം തന്നെ അത് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ്സിൽ കറക്റ്റായിട്ട് വരും. അല്ലെങ്കിൽ പിന്നീട് ഓരോ ഇഞ്ച് വെച്ച് 2 സൈഡിലും എക്സ്ട്രാ വരും. അപ്പോൾ നമ്മളിങ്ങനെ കൊടുത്തിട്ട് ബട്ടൺ കൊടുക്കേണ്ട ഭാഗം പിൻ ചെയ്ത് വെച്ചിട്ട് വേണം. കാരണം ഏത് ഭാഗമാണ് മുകളിൽ വരേണ്ടത് താഴെ വരേണ്ടതെന്ന് കറക്റ്റ് വെച്ചിട്ട് വേണം നമ്മൾ പിൻ ചെയ്തിട്ട് വേണം ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കൂടെ ഷോൾഡർ മാത്രം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കോളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 പീസ് ഫാബ്രിക് സെപ്പറേറ്റ് എടുക്കുക. ഒരെണ്ണം ഇച്ചിരി വീതി കൂട്ടിയും എനിക്ക് തോന്നുന്നു ഞാൻ 4 ഇഞ്ച് എടുത്തു. വേറൊരെണ്ണം അടുത്തൊരെണ്ണം 5 ഇഞ്ച്. അപ്പോൾ 1 ഇഞ്ച് കൂട്ടി എടുക്കുക. അപ്പം അത് മടക്കി അടിക്കേണ്ടതുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരെണ്ണം ഇച്ചിരി 1 ഇഞ്ച് കൂട്ടിയും 1 ഇഞ്ച് കുറച്ചും എടുക്കുക. നീളം രണ്ടും സെയിം ആയിട്ട് തന്നെ എടുക്കുക. നീളം നെക്കിൻ്റെ ലെങ്ത്ത് വെച്ചിട്ട് നോക്കണം. അപ്പം നെക്ക് ലെങ്ത്ത് എടുത്തിട്ട്
അതിനനുസരിച്ചുള്ള നീളത്തിൽ വേണം നമുക്ക് ഫാബ്രിക് എടുക്കേണ്ടത്. ഞാൻ ജസ്റ്റ് 2 ഫാബ്രിക് എടുത്തു, ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിതിൽ ട്രേസിങ് പേപ്പർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഒരു സൈഡിലത്തേക്ക്, കുറച്ച് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒരു പീസിൽ വെച്ചിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അവിടെ സ്റ്റിക്കായിട്ട് ഇരുന്നോളും. പിന്നെ മറ്റ് ഫാബ്രിക്കിൽ നമ്മൾ ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ ആ 1 ഇഞ്ച് നമ്മൾ കോളറിൻ്റെ പടി വെച്ച് അടിച്ചത് അത് വിട്ടിട്ട് വേണം നമ്മൾ നെക്ക് റൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ടാപ്പ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ആ പടി അടിച്ച 2 സൈഡിലും വിട്ട് കൊടുക്കുക. അതിന് തൊട്ട് ബാക്കിൽ വരെയാണ് നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യുന്നുള്ളൂ, ആ പടിയിൽ അറ്റാച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ മെഷർ ചെയ്തപ്പോൾ നമുക്ക് 18 ഇഞ്ചൊക്കെ വന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് മടക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് 18 ഇഞ്ചിൻ്റെ മടക്കുമ്പോൾ നമുക്ക് 9, അതിൻ്റെ പകുതി 9 അല്ലേ, അപ്പോൾ 9 ആണ് നമുക്ക് കറക്റ്റ് വേണ്ടത്. അപ്പോൾ 9 വെച്ച് മാർക്ക് ചെയ്തിട്ട് ബാക്കി നമ്മൾ എക്സ്ട്രാ കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത് ഒരു 2-3 ഇഞ്ചൊക്കെ നമുക്ക് എക്സ്ട്രാ എടുക്കാം. അത്രയും നമുക്ക് ഒരു ഷേപ്പായിട്ട് കിട്ടും. ഇങ്ങനെ ചരിച്ച് വരയ്ക്കുമ്പോൾ കോളറിൻ്റെ ആ ഷാർപ്പ് എഡ്ജ് പോലെ വരും. കുറച്ചുകൂടെ വിട്ട് നമ്മൾ നീളം കൂട്ടിയായിരുന്നു എടുത്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചരിച്ച് വരയ്ക്കാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ ഷേപ്പ് മാറി വരും. അപ്പോൾ ഇത് കറക്റ്റായിരിക്കും. ഒരു 2-3 ഇഞ്ച് കൂടെ കൂടുതൽ നമ്മൾ നീളത്തിലെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ലെങ്ത് കഴിഞ്ഞിട്ട് 18 കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നമുക്ക് കിട്ടി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നല്ല വശവും കൂടി ഇട്ടിട്ട് അതിൻ്റെ വീതി കൂടിയ ഭാഗത്തു നിന്ന് നമ്മൾ ആ ഷാർപ്പ് എഡ്ജ് കട്ട് ചെയ്തില്ലേ, ആ ഭാഗത്തു നിന്ന് 3 സൈഡ്, 4 സൈഡ് വേണ്ട, 3 സൈഡ് മാത്രം ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ജോയിൻ ചെയ്തിട്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓപ്പൺ ചെയ്ത ഭാഗത്തു നിന്ന് തുറന്നിടുക. ഈ ഓപ്പൺ ചെയ്ത് ഇരിക്കുന്ന ഭാഗമാണ് നമ്മൾ നെക്കുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്, ഈ നെക്ക് റൗണ്ടുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു എഡ്ജിൽ നിന്ന് തുടങ്ങി മറ്റേ എഡ്ജ് വരെ, അപ്പോൾ ആ ഒരു ഇഞ്ച് നമ്മൾ ആ പടിക്ക് ബട്ടൺ വയ്ക്കാൻ വിട്ടെടുത്തു അതിൻ്റെ മേളിൽ നിന്ന് ബാക്കിൽ നിന്ന് ആ വീതി വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, സ്റ്റാർട്ടിങ് പോയിൻ്റ് തുടങ്ങാനായിട്ട്. അപ്പോൾ കോളറിൻ്റെ അവിടെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക ഒരു സൈഡിൽ. എന്നിട്ട് മറ്റേ എഡ്ജിലേക്ക്, ഒരു സൈഡിൽ നിന്ന് മറ്റേ എഡ്ജിലേക്ക് കറക്റ്റായിട്ട് ജോയിൻ ചെയ്തെടുക്കുക. കറക്റ്റ് 18 ഇഞ്ച് തന്നെയാണ് നമുക്ക് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് കൂടുതലോ കുറവോ വരില്ല. കറക്റ്റായിട്ട് തന്നെ എൻഡ് 2 സൈഡിലും ഒരേ അടുത്ത് തന്നെ വന്ന് നിൽക്കും. എന്നിട്ട് നമ്മൾക്ക് നമ്മൾ നീളം നമ്മൾ പേപ്പർ അറ്റാച്ച് ചെയ്ത ഭാഗമാണ് നമ്മൾ ഇതിലേക്ക് വെച്ചത്. അപ്പോൾ നമ്മൾ 2 പീസ് ഫാബ്രിക് എടുത്തപ്പോൾ ഒരെണ്ണം 1 ഇഞ്ച് കൂടുതൽ എടുക്കാൻ പറഞ്ഞില്ലേ, അതാണിപ്പോൾ മേളിൽ വന്നേക്കുന്നത്. ഇത് മാത്രം കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യുക. അത് മുകളിൽ ഏതാണ് വരേണ്ടതെന്ന് നമ്മൾ നേരത്തെ തന്നെ നോക്കി വെക്കണം. അത് വീതി കൂടുതൽ എടുത്തതാണ്, കാരണം അത് നമ്മൾ ഈ തയ്യൽ തുമ്പെല്ലാം കൂടെ ഉള്ളിലേക്ക് കയറ്റി ജസ്റ്റ് മടക്കിയൊക്കെ അടിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് നമുക്കത്, അല്ലെങ്കിൽ നമ്മൾ വീതി കുറവാണെങ്കിൽ മറ്റേതിൻ്റെ സെയിം അളവിലാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ വലിച്ച് പിടിക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് എഡ്ജൊന്നും കറക്റ്റായിട്ട് വരില്ല, കുറച്ചൊന്ന് വലിഞ്ഞിരിക്കുന്ന പോലെ തോന്നും. ഇപ്പോൾ ഈ മുകളിലുള്ള ഫാബ്രിക് നമുക്ക് കുറച്ച് വീതി കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും ഉള്ളതിന് മാക്സിമം നമുക്ക് കറക്റ്റ് ഫിനിഷ് ചെയ്ത് മടക്കി ഉള്ളിലേക്ക് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഇതുപോലെ മടക്കി ഉള്ളിലേക്ക് വെച്ച് ഫസ്റ്റത്തെ പോർഷൻ നമ്മൾ ജോയിൻ ചെയ്തത് കാണാതെ, പേപ്പറൊന്നും കാണാതെ ഉള്ളിലേക്ക് മടക്കി വെച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ തയ്യൽ തുമ്പൊന്നും കാണാതെ കിട്ടും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ തിരിച്ചൊന്നുകൂടെ ബാക്കിലേക്ക് ഒന്നുകൂടെ പതിച്ചടിച്ച് കൊടുക്കുകയാണ് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് കോളർ ഫിനിഷായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി വീതി കൂടുതലായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്, കാരണം ഇങ്ങനെ മടക്കി വെക്കുന്ന കോളറാണ് ഇത്. ഓപ്പൺ ചെയ്ത് വെക്കുന്ന കോളറല്ല, നമ്മുടെ ഷർട്ട് കോളർ പോലെ കറക്റ്റ് ഇങ്ങനെ മടക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് വീതി കൂടുതലായിട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയും വീതി തന്നെ മതിയാകും. കുറച്ചുകൂടെ കുറയ്ക്കണം എന്നുള്ളവർക്ക്, വീതി ഇത്രയും വേണ്ടാത്തവർക്ക് 4 ഇഞ്ചിന് പകരം 3 ഇഞ്ചൊക്കെ എടുത്താലും മതിയാവും. എന്നിട്ട് നമ്മൾ ഇനി ബട്ടൺ ഹോൾഡറും വയ്ക്കാനാണ്. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ പാൻറ്റിൻ്റെ പോർഷനും നമ്മുടെ ഷർട്ടിൻ്റെ പോർഷനും കൂടെ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടിൻ്റെയും ഉൾവശം വെളിയിൽ വരുന്ന രീതിയിലാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഉൾവശം വെളിയിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട്, അപ്പം നല്ല വശവും ഫേസ് ചെയ്തിരിക്കുകയാണ്.
അപ്പം അങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ആ ഷർട്ടിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്തുനിന്ന് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി നമ്മുടെ ക്രോച്ചിൻ്റെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സ്റ്റിച്ചിങ് വരുന്നതിൻ്റെ അവിടെ നിന്ന് കറക്റ്റായിട്ട് പിടിച്ച് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് മറ്റേ എൻഡും കറക്റ്റ് ആ ക്രോച്ചിൻ്റെ തയ്യൽ തുമ്പ് കാണുന്ന ആ ഭാഗത്ത് വരെ കറക്റ്റ് വന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ചെയ്യുക. അപ്പം നമുക്ക് പാൻറ് ഇച്ചിരി ഞാൻ വീതി കൂട്ടിയെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും കുറച്ച് നമുക്ക് നല്ല ലൂസായിട്ടിരിക്കുക, പാൻറ്റിലൊന്നും പിടുത്തമൊന്നും വരാണ്ടിരിക്കുക. അപ്പോൾ എക്സ്ട്രാ വരുന്നിടത്തെല്ലാം പാൻറ്റിൽ വീതി കൂടുതലാണ്, ഷർട്ടിൻ്റെ ഭാഗം കറക്റ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് പ്ലീറ്റ്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പാൻറ്റിൻ്റെ ഭാഗം വരുമ്പോൾ നമ്മൾ കറക്റ്റ് രണ്ട് എൻഡും പിൻ ചെയ്ത് വെച്ചിട്ട് വേണം തുടങ്ങാൻ. അപ്പം സൈഡിൽ നമുക്ക് എക്സ്ട്രാ വരുന്നത് അറിയാൻ പറ്റും, എവിടെയൊക്കെയാണോ കൂടുതൽ വരുന്നത്. അപ്പോൾ രണ്ട് സൈഡിലായിട്ട് കറക്റ്റ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ ഈ സൈഡ് ഓപ്പൺ വരില്ലേ, അതുപോലെ ടോപ്പിൻ്റെ സൈഡ് ഓപ്പൺ വരുന്ന ആ ഭാഗങ്ങളിൽ രണ്ട് സൈഡിൽ ഒരുപോലെ എനിക്ക് ഒരു 2 പ്ലീറ്റ്സ് വെച്ചിട്ട് ഇടാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കാണാനും ഭംഗിയായിരിക്കും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് രണ്ട് എൻഡും കറക്റ്റ് ജോയിൻ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏതൊക്കെ സൈഡിലാണ് പ്ലീറ്റ്സ് വരിക. അപ്പോൾ കറക്റ്റ് നമ്മൾ അത് വെച്ചിട്ട് വേണം ജോയിൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ബട്ടൺ ഹോള് വെക്കുവാണ്. ഞങ്ങളുടെ ഈ ബ്രദേഴ്സ് സീയിങ് മെഷീനിൽ ഒരുപാട് സ്റ്റിച്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ബട്ടൺ ഹോളിൻ്റെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് ബട്ടണാണോ കൊടുക്കുന്നത് അത് അതിൻ്റെ ബാക്കിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് സെൻസ് ചെയ്യും അതിൻ്റെ സൈസൊക്കെ. അപ്പോൾ ആ ബട്ടൺ കയറാൻ കണക്കിനുള്ള കറക്റ്റ് ഹോളായിരിക്കും അതിൽ സ്റ്റിച്ച് ചെയ്ത് വരിക. പിന്നെ സ്റ്റിച്ചിൻ്റെ ഷേപ്പ്, ഹോളിൻ്റെ ഷേപ്പ് നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം. പല എണ്ണം ഉണ്ട്. അതിൽ സ്ക്വയർ ആണോ, റൗണ്ട് ആണോ, ഓവലാണോ, അത് നോക്കി ചൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏതാണോ സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ആ ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ 4 ബട്ടൺ വെക്കണം എന്നല്ലേ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കറക്റ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ 4 ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇത് ബട്ടൺ ഹോൾ തയ്ക്കുന്നത് താഴെ നിന്ന് മുകളിലോട്ടാണ്. അപ്പം കറക്റ്റ് നമ്മൾ ആ ലൈൻ വരച്ച് കൊടുത്തിട്ട് ആ താഴെ നീഡിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അപ്പോഴാണ് അവിടെ നിന്ന് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 4 ഭാഗവും ലൈനിട്ട് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ആ ബട്ടൺ ബാക്കിൽ വെച്ച് കൊടുക്കുക, സ്റ്റിച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഹോള് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. ഫിനിഷ് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കും. എന്നിട്ട് നമ്മൾ റിമൂവ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ആ ഹോള് കറക്റ്റായിട്ട് ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട്, സിസറോ ഇങ്ങനത്തെ ഷാർപ്പായിട്ടുള്ള ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒരു ഉള്ളിൽ കുറച്ച് ചെറുതായിട്ടൊരു കട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അത് നമുക്ക് ഓപ്പൺ ചെയ്ത് വരും. സൈഡൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുമായിരിക്കും. നമ്മൾ കൈ വെച്ചൊന്നും ചെയ്യുന്ന രീതിയിലല്ല, ഭയങ്കര കംഫർട്ടബിളാണ് ഈ ഒരു മെത്തേഡ്. വേറെ രീതിയിൽ കൈ വെച്ച് ചെയ്യുന്ന രീതി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എപ്പോഴും ഇങ്ങനെ തന്നെയാണ് വെക്കാറുള്ളത്. പിന്നെ ഇപ്പം പുതിയതായിട്ട് ഞാൻ ചെയ്യുന്നത് ബട്ടണും കൂടെ, ഓൾറെഡി ആ യൂസർ മാനുവലിൽ കണ്ടായിരുന്നു ബട്ടൺ വെക്കുന്നത്. പക്ഷേ കൈവച്ച് ചെയ്യുമ്പോൾ എളുപ്പമായിരുന്നു, അതുകൊണ്ട് ചെയ്യുമായിരുന്നു. പക്ഷേ 1-2 തവണ ഇങ്ങനെ ബട്ടൺ ഫിക്സ് ചെയ്യുന്ന രീതി ഒന്ന് ചെയ്തപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ബട്ടൺ ഇരിക്കുന്ന പോലെ തോന്നി. നമ്മൾ കൈവച്ച് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര സ്ട്രോങ് ആണ് ഇങ്ങനെ ബട്ടൺ ഫിക്സ് ചെയ്യുന്നത്. ഇതിങ്ങനെയാണ് നമ്മൾ ആ സ്റ്റിച്ച് സെലക്ട് ചെയ്യുക. അതിൽ ആ യൂസർ മാനുവൽ കൊടുത്തിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിലിങ്ങനെ സ്റ്റിച്ച് സെലക്ട് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ 46 എന്നുള്ള സ്റ്റിച്ച് സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ ഫൂട്ടർ ഇടുന്നത് M എന്നുള്ള പേരിലുള്ളതാണ്. എന്നിട്ട് അവിടെ നമ്മൾ കറക്റ്റ് നമ്മുടെ നീഡിലിൻ്റെ എഡ്ജ് വരുന്നത് ഹോളിൻ്റെ ഉള്ളിലാണോ, ബട്ടൻ്റെ ഹോളിൻ്റെ ഉള്ളിലാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് സൈഡിലെ ആ സൈഡിൽ റൊട്ടേറ്റ് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റാണ് രണ്ടിടത്തും ഇങ്ങനെ ജമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഓൺ ചെയ്ത് വിടുക. മെഷീനിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് ഹോളിൽ ഇങ്ങനെ ജമ്പ് ചെയ്യും. ഇപ്പം നമുക്ക് ഹൊറിസോണ്ടലായിട്ടാണോ വെർട്ടിക്കലായിട്ടാണോ എങ്ങനെയാണോ നമുക്ക് വേണ്ടത്, നമുക്ക് ആ ഹോള് അങ്ങനെ വരുന്ന രീതിയിൽ നമുക്ക് ബട്ടൺ തിരിച്ച് വെച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് ജമ്പ് ചെയ്ത് കറക്റ്റായിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് വരും. അത് തന്നെ രണ്ട് ഹോൾസിലും കറക്റ്റായിട്ട് ജമ്പ് ചെയ്യും. അപ്പോൾ അത് ഭയങ്കര കംഫർട്ടബിളാണ്. ഈ മെഷീൻ വാങ്ങിയിട്ട് 1 ഇയറിന് മുകളിലായെങ്കിലും പല സ്റ്റിച്ചസും ഒന്നും ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബട്ടണിൻ്റെ കാര്യം ഞാനൊരു വട്ടം ഇങ്ങനെ യൂസർ മാനുവൽ ചുമ്മാ നോക്കുമ്പം കണ്ടതാണ്. അപ്പോൾ കണ്ടപ്പോൾ
ഭയങ്കരമായിട്ട് വണ്ടറായിട്ട് തോന്നി. കാരണം ബട്ടൺ വെക്കാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതെല്ലാം വേറെ മെഷീൻസൊക്കെ സെപ്പറേറ്റ് ഓരോന്നിനും ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് വായിച്ച് നോക്കിയപ്പോൾ എളുപ്പമായിട്ട് തോന്നി. അങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനൊരു ഓപ്ഷൻ ഞാൻ കണ്ടായിരുന്നു, ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഹസ്ബൻഡ് കൂടെ ഹെൽപ്പ് ചെയ്തപ്പോഴാണ്, ഇപ്പോഴും ചെയ്യുമ്പോൾ ഹസ്ബൻഡ് കൂടെ ഉണ്ട്. കാരണം ഇങ്ങനെ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി പേടിയുണ്ട്. ചിലപ്പോൾ ആ ബട്ടണിലെങ്ങാനും സൂചി കൊണ്ടിട്ട് സൂചി ഒടിയോ എന്നൊക്കെയുള്ള പേടിയാണ്. ഇതാണ് ആ യൂസർ മാനുവൽ. ഈ സ്റ്റെപ്സ് കറക്റ്റ് ഫോളോ ചെയ്താൽ മതിയാവും. കണ്ടോ, കറക്റ്റായിട്ട് ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്ത് ജസ്റ്റ് ആ ഒരു കറക്റ്റ് ആ ബട്ടൺ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റെപ്സ് ഫോളോ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നി ഈ ബട്ടൺ. മൂവ് ചെയ്യുന്നൊന്നുമില്ല. നല്ല കൈവച്ച് ചെയ്യുന്നതിനേക്കാളും നല്ല കംഫർട്ടബിളായിട്ട് തോന്നി. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്തെടുക്കുന്നത്. ഒരുപാട് ടൈം നമുക്ക് ഇങ്ങനെ ലാഭിക്കാൻ പറ്റും. പിന്നെ ഈ ബട്ടണും ഞാൻ കളറിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു റെഡ് പോലത്തെ ചെറിയ ബട്ടൺസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ജംപ് സ്യൂട്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി ഇട്ടപ്പോൾ. കോളറൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സ്ലീവ്ലെസ്സായിട്ട് ചെയ്തതാണ്. ഇതിന് നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം. കോളറെല്ലാം കണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ബട്ടണെല്ലാം ഭയങ്കര പെർഫെക്റ്റായിട്ട് ഇരിപ്പുണ്ട്. ബോഡിയിൽ ഒരിടത്തും തന്നെ പിടിക്കുന്നൊന്നുമില്ല. നല്ല ലൂസായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ജംപ് സ്യൂട്ട് ഇട്ടതാണ്. മൂൺ ഗോഡസിലൊക്കെ ഞാൻ മുമ്പ് ജംപ് സ്യൂട്ട് കണ്ടിട്ടുണ്ട്. വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ചേരുമോ എന്നൊക്കെയുള്ള ഡൗട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റാണ്. പുറത്ത് പോകുമ്പോഴൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഷ്രഗോ ജാക്കറ്റോ ഉണ്ടെങ്കിൽ കൂടെ പെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ മേക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഡ്രസ്സസിൻ്റെ മേക്കിംഗ് വീഡിയോ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.